CPM-കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നേണ്ട ഒരു ദിവസമാണിന്ന്. CPM-ൻ്റെ പ്രവർത്തകർ അവരുടെ പാർട്ടിയുടെ പോളിസിയെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിറകോട്ട് പോകണമെങ്കിൽ അവരുടെ തീരുമാനം അതാണ്. അതൊരു സത്യത്തിൽ ഞാനിന്ന് ഒരാളോട് പറഞ്ഞത്, അതായത് നിങ്ങൾക്കൊരു CPM-കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നേണ്ട ഒരു ദിവസമാണിന്ന്. കാരണം പാർട്ടിയും പാർട്ടിയുടെ പരിപാടിയും പാർട്ടിയുടെ നയങ്ങളും ഒരു തരത്തിലുള്ള ഇൻറ്റിമിഡേഷനും വിട്ടുകൊടുക്കില്ല എന്നവർ തീരുമാനിച്ചു. അതിൻ്റെ വയലൻ്റ് ആയിട്ടുള്ള അവർക്ക് ആ സാധനം പാർട്ടിക്കകത്ത് പറയാൻ പറ്റിയില്ലെങ്കിൽ കിട്ടിയ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയിൽ അവരുപയോഗിച്ചു എന്നുള്ളത് അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണ ഇത് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് തെറ്റ് പറ്റാറില്ല. ആ പാർട്ടി എന്നുള്ളത് ഒറ്റ മനുഷ്യനിലേക്ക് ചുരുങ്ങുകയും ഈ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണ കൊണ്ടു നടക്കുന്ന വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില സാധനങ്ങൾ അതില്ലാണ്ടായി പോവുകയും അതിൻ്റെ ഫലമായിട്ട് പോളിസി അത് ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് CPM ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കളിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കളിക്കുക എന്നുള്ളത് ഒരു CPM കേഡറിനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ചിന്തയിലില്ലാത്തതാണ്. ഹീസ് പ്രൗഡ് ഓഫ് ദ സെക്യുലർ ക്രെഡൻഷ്യൽസ് ഓഫ് ഹിസ് പാർട്ടി. അതിലൊരു കോംപ്രമൈസ് അയാളെ സമ്മതിക്കത്തില്ല. അയാൾക്കൊരു സേ ഉണ്ടായിരുന്നെങ്കിൽ അയാളത് സമ്മതിക്കത്തില്ല. അതിപ്പോൾ പല ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റൻസസിലൊക്കെ ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ കാറക്കയറ്റിയതിൻ്റെ പ്രശ്നം അല്ലത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കുറഞ്ഞതിന് ശേഷം സീരീസ് ഓഫ് ഡിസിഷൻസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അല്ലത്.